പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ജീവിതം ഒരു വഴിക്കും നമ്മൾ മറ്റൊരു വഴിക്കും എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു പെരുവഴി ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല എന്നേ പറയാൻ കഴിയുള്ളൂ. അവനവൻ അനുഭവിക്കേണ്ട ഓരോ കാര്യങ്ങളും യഥാവിധി അനുഭവിച്ച് മുന്നോട്ട് പോകുന്നു എന്നതാണ് വസ്തുത. ഓരോ കാര്യങ്ങൾ കാലക്കൂട്ടി ചെയ്യുമ്പോൾ അതിൻ്റെ പരിണിത ഫലങ്ങൾ പിൽക്കാലത്ത് വരുമെന്ന ഒരു ഉറച്ച വിശ്വാസം, ഉറച്ച ബോധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ കുറ്റപ്പറയാൻ ആരും വരില്ല, സ്വന്തം നമ്മൾ മെനക്കെടുകയുമില്ല. കാരണം ഞാൻ ചെയ്തു വെച്ചതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കൃത്യമായ ഒരു അവയർനെസ്, അവബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തെവിടെയാണ് പിന്നെ ടെൻഷൻ? എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? എല്ലാവരും പറയാറുണ്ട്, മറ്റുള്ളവരൊക്കെ എന്ത് സന്തോഷത്തിലാണ് ജീവിക്കുന്നത്, ഞാനും എൻ്റെ ആളുകളും മാത്രമേ എന്ത് ഇങ്ങനായി പോകുന്നത്. ഇങ്ങനൊരു മിഥ്യാധാരണയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം നമ്മൾ നമ്മുടെ ലോകത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ മുമ്പിലുള്ളവർ ചിലപ്പോഴൊക്കെ ചിരിക്കാറുണ്ട്, പക്ഷെ അവരുടെ ചിരിക്കുള്ളിൽ ഒരുപാട് കനലുകൾ എരിഞ്ഞമരുന്നുണ്ടാകും. അവരാരോടും പറയില്ല. കാരണം ആ ചിരി കണ്ടിട്ട് നമ്മൾ കരുതും അവനെപ്പോഴും 24 hours ചിരിയിലും തമാശകളിലും സന്തോഷത്തിലുമാണെന്ന്. അങ്ങനെ ചിരിക്കാൻ പറ്റുന്നത് കൊണ്ട് അദ്ദേഹം ഇന്നും ഒരുപക്ഷെ ലോകത്ത് ജീവിക്കുന്നുണ്ടാകുക. അങ്ങനെ ഒരു ചിരി ഇല്ലായിരുന്നുവെങ്കിൽ ആ ദേഹവും ഒക്കെ എപ്പോഴോ ലോകത്തുനിന്ന് പോയിട്ടുണ്ടാകുമായിരുന്നു. അങ്ങനെ പ്രതിസന്ധികളുടെ തീക്കനലുകൾ കടന്നു വന്ന എത്രയോ മനുഷ്യരെ നമുക്ക് പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ നമ്മൾ കാണണം. ആഗ്രഹങ്ങൾക്ക് പിന്നാലെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരും. കാരണം അത് അതിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ മാത്രമേ ആഗ്രഹങ്ങളെ സഫലീകരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നോ പെയിൻ നോ ഗെയിൻ, വേദനിക്കാതെ ഒരു നേട്ടവുമില്ല എന്നുള്ള നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. മറ്റുള്ളവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. പണ്ടൊരാൾ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ പേടി നമ്മൾ നന്നായി പോകുന്നതില്ല, അല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്നതിലല്ല. യഥാർത്ഥത്തിൽ പേടിയാകേണ്ടത് നമ്മളൊക്കെ കഷ്ടപ്പെട്ടു പോകുന്നതിലായിരുന്നു. അത് ഈ കാലത്ത് ആരുടെ മൈൻഡിലുമില്ല. നന്നായി പോകുന്നുണ്ടോ എന്ന ഒരു പേടി മാത്രമേ സറൗണ്ടിലുള്ള പലർക്കും ഉള്ളൂ എന്നുള്ളത് രസികം പറഞ്ഞതാണെങ്കിലും അതിനെ അന്വർത്ഥമാക്കുന്ന ഒരു ലോകക്രമം ഇപ്പോൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും പറയാനുള്ള മറ്റ് കഥകളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, ഞാനെന്ത് ചെയ്തിട്ട് നന്നാകുന്നില്ല, എല്ലാം പരാജയമാണ്. പക്ഷേ ആ തോന്നലാണ് നമ്മൾ ആദ്യം തിരുത്തേണ്ടത്. നമുക്കൊക്കെ ഒരു സമയമുണ്ട്. നമ്മളൊക്കെ പോകേണ്ട വഴി ആ കൃത്യമായിട്ട് കണ്ടെത്തുകയും പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും പരാജയപ്പെടില്ല. പിന്നെ പരാജയപ്പെടുമെന്ന് തോന്നുന്നത് അതൊരു പരാജയമല്ല, അതൊരു തോന്നൽ മാത്രമാണ്. അതിൻ്റെ അപ്പുറത്ത് വളരെ മൈന്യൂട്ടഡായിട്ടുള്ള സെക്കൻഡുകൾക്കപ്പുറം വിജയം കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ അവിടെ എത്താതെ പരാജയപ്പെടുമെന്ന പേടിയിൽ തിരിച്ച് നടക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ആ കാലം അത്രയും അതിനു വേണ്ടി അധ്വാനിച്ച ആ കാലവും സമയമൊക്കെയാണ്. അതുകൊണ്ട് വളരെ നന്നായി തീരുമാനങ്ങൾ എടുക്കുക. അത് അതിൻ്റേതായ ഒരു ലോകത്തേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി എഫേർട്ട് എടുക്കുക. അതുപോലെ അശ്രാന്ത പരിശ്രമം നടത്തുക. ഏതും വിജയിക്കാൻ പറ്റും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് മടുത്തുവെന്ന്. ഈ മടുപ്പിൽ നമ്മളെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എത്തുമോ? പഠിച്ചവരാണിവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. അവരൊക്കെ പലതവണ വിചാരിച്ചവരാ ഈ പഠനമൊന്നും വേണ്ടില്ലായിരുന്നു, ഈ പഠനം കണ്ടുപിടിച്ചവരൊക്കെ എന്തൊരു മഹാപാപമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിൽക്കാലത്ത് അവർക്ക് ബോധ്യമായി പഠിച്ചാലേ നന്നാകുള്ളൂ, പഠിച്ചതുകൊണ്ടാണ് ഞാൻ നന്നായത് എന്ന്. എല്ലാവരും അഹോരാത്രം പ്രയത്നിക്കുക, അവനവൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി.